നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 8 നോമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മലങ്കര ആരാധനക്രമത്തിൽ ദൈവമാതാവായ മറിയത്തെ അൾത്താരയിലെ പ്രതീകങ്ങളായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമ്മോദീസ നൽകിയ യോഹന്നാനും എന്നുള്ള പ്രാർത്ഥനയിലൂടെ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. വിശുദ്ധ ബലിപീഠം പുൽക്കൂടായും കാസയും പീലാസയും മാതാവിൻ്റെ മടിത്തട്ടായും അപ്പവും വീഞ്ഞും ഉണ്ണി ഈശോയുടെ തിരുശരീര രക്തങ്ങളായും മലങ്കര ആരാധനക്രമത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവമാതാവിൻ്റെ ഉദരത്തിൻ്റെ പ്രതീകമായും ബലിപീഠത്തെ നമുക്ക് കാണാൻ കഴിയും. ബലിപീഠത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സക്രാരി ദൈവമാതാവ് ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിച്ചതിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ ധൂപക്കുറ്റിയും മാതാവിൻ്റെ പ്രതീകമാണ്. രക്ഷകന്റെ അമ്മ എന്നുള്ള നിലയിൽ പ്രത്യേക സ്ഥാനമാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പരിശുദ്ധ മാതാവിന് നൽകിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായുള്ള നിന്നാൾ സ്തുതിയുടെ രാജമകൾ, മന്നബങ്ങൾക്കായി സ്ലോമോ എന്ന പാട്ടുകളും കൂടാതെ സഭയിലെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നതും വിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശ്വാസികളുടെ അഭയകേന്ദ്രമായ കനിവിൻ്റെ നിറകുടമായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായവും അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലഘട്ടം അനുഷ്ഠിക്കാം. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.